അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്റ 9-ാം വർഷത്തിലെ സംഭവ വികാസങ്ങളിലൂടെയാണ് നാം ചരിത്ര അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. ഈ വർഷത്തിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തബൂക്ക് യുദ്ധമായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടായത്, എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ, എന്തൊക്കെയായിരുന്നു അനന്തരഫലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം വളരെ ചെറിയ രൂപത്തിൽ പറയുകയുണ്ടായി. ഇനി അതിനുശേഷമുണ്ടായ ആ വർഷത്തിലെ സംഭവങ്ങളിലേക്കാണ് നാം കടക്കുന്നത്. അതിലേറ്റവും ആദ്യത്തേത്, നേരത്തെ മഹാനായ നബി തങ്ങൾ തബൂക്കിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്നുമല്ല, അത് മസ്ജിദുൽ ളിറാർ. നമ്മൾ പറഞ്ഞു സംഭവം ഇതായിരുന്നു. മസ്ജിദ് ഖുബായിന്റെ അടുത്തായി മദീനയിലെ മുനാഫിക്കുകൾ ഒരു പള്ളി നിർമ്മിക്കുകയുണ്ടായി. മസ്ജിദ് ഖുബായിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും വരുമായിരുന്നു. നബിക്ക് ഹൃദയ ബന്ധമുണ്ടായിരുന്ന ഒരു ആരാധനാലയമായിരുന്നു അത്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു മസ്ജിദ് ഖുബ. മസ്ജിദ് ഖുബായിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്നതിനെ തടയുക, അവർക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുക എന്നതായിരുന്നു മുനാഫിക്കുകളുടെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി അവർ മസ്ജിദുൽ ളിറാർ എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ടാക്കി. ഇതിന് മസ്ജിദുൽ ളിറാർ എന്ന് തന്നെ ആയിരുന്നു പേര് അവർ വെച്ചത് എന്ന് അറിയില്ല. പക്ഷേ എങ്കിലും ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഈ പള്ളി അടയാളപ്പെടുത്തപ്പെടുന്നത് ളിറാർ എന്ന പേരിലാണ്. ഖുബാഇന്റെ അടുത്ത് മസ്ജിദു ളിറാർ ഉണ്ടാക്കിയ സ്ഥലം ഏതാണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് കാലമായി. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ആ പള്ളി പൊളിക്കപ്പെട്ടല്ലോ, അതിന്റെ അടയാളങ്ങളോ മറ്റോ ഒന്നും ഒരിക്കലും അവശേഷിക്കുന്നില്ല. മഹാനായ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കർശനമായ നിർദ്ദേശം അനുസരിച്ചാണ് ഇത് പൊളിച്ചു കളഞ്ഞത്. അള്ളാഹുവിനും ഇഷ്ടമില്ല, അള്ളാഹുവിന്റെ റസൂലിനും ഇഷ്ടമില്ലാത്ത ഒരു പള്ളി എന്ന ഒരു മുദ്ര വീണ ഒരു കാര്യമായതുകൊണ്ട് ആ പള്ളിയുടെ സ്ഥാനം ഏതാണ് എന്ന് കൃത്യമായി പറയാൻ പ്രയാസമുണ്ട്. എന്തായിരുന്നാലും അന്ന് ബിഉറു ബനി ദിർവാൻ എന്ന് പറയുന്ന ബനു ദിർവാൻ ഗോത്രത്തിന്റെ ഒരു കിണറുണ്ടായിരുന്നു, ഒരു ജലാശയം. ആ ജലാശയത്തിന്റെ അടുത്തായിട്ടായിരുന്നു ഈ പള്ളി ഉണ്ടാക്കിയത്. പള്ളി നല്ലൊരു പള്ളിയായിരുന്നു. അതിന്റെ നിർമ്മാണമൊക്കെ വളരെ മനോഹരമായ രൂപത്തിലായിരുന്നു എന്നാണ്. ഈ പള്ളി ഉണ്ടാക്കിയത് മുനാഫിക്കുകളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി. മുനാഫിക്കുകൾ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള കാരണം, ഒന്നാമതായി അവർക്കൊരു കേന്ദ്രം ഉണ്ടാവുക, രണ്ടാമതായി ഖുബായിൽ തടിച്ചുകൂടുന്ന മുസ്ലിമീങ്ങളെ വിഭജിക്കുക, പിന്നെ മുസ്ലിമീങ്ങൾക്കെതിരെ തങ്ങൾക്ക് വേണ്ട സംഗമങ്ങളും തങ്ങളുടെ ഗൂഢാലോചനകളും ഒക്കെ നടത്താൻ സൗകര്യപ്രദമായ ഒരു ഇടം. ഇതൊക്കെയായിരുന്നു സത്യത്തിൽ അവരുടെ ഈ പള്ളി നിർമ്മാണത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഏതായിരുന്നാലും അവർ പള്ളി നിർമ്മാണം പൂർത്തിയാക്കി. മറ്റൊരഭിപ്രായത്തിൽ ബനു ഔഫ് ഗോത്രക്കാർ ആയിരുന്നല്ലോ മസ്ജിദ് ഖുബ ഉണ്ടാക്കിയത്. അതായത് അവരുടെ സ്ഥലത്ത് അവരുടെ സഹായത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് ഖുബ ഉണ്ടാക്കിയത്. അവരുടെ പിതൃവ്യ പുത്രന്മാരായ ബനു ഗനം ബിൻ ഔഫ് ഗോത്രക്കാർ, അവരായിരുന്നു ബനു ഔഫ് ഗോത്രക്കാരോടുള്ള അസൂയയുടെ പേരിൽ ഇതിന് ചെലവും കൊടുത്തത് എന്ന് മറ്റൊരു ചരിത്ര വായനയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും മസ്ജിദുൽ ളിറാർ ഉദ്ഘാടനം ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തബൂക്കിലേക്ക് ഇറങ്ങും മുമ്പ് മഹാനായ നബി അവർ കണ്ടിരുന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ യാത്രയുടെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് യാത്ര കഴിഞ്ഞു വരട്ടെ എന്ന് പറയുകയും നീട്ടിവെക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്ര കഴിഞ്ഞു വന്നപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചെത്തിയ വിവരം അറിഞ്ഞപ്പോ മുനാഫിക്കുകളുടെ നേതാക്കന്മാർ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി നബിയെ ക്ഷണിക്കാൻ വേണ്ടി അവിടെ എത്തി. അപ്പോഴേക്കും പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയെ കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു തന്റെ ഹബീബായ പ്രവാചകന്. സൂറത്തു തൗബയിലെ 107-ാമത്തെ ആയത്തിൽ ആ പള്ളി എന്തിനുള്ള പള്ളിയാണ്, അവിടെ 3 കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. കുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹ വറസൂല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഒന്ന് അവരുടെ ഉള്ളിലുള്ള വിശ്വാസം, രണ്ടാമത്തേത് മുഅ്മിനീങ്ങളെ വിഭജിക്കുക, അവരെ പരസ്പരം തമ്മിലകറ്റുക, മൂന്നാമത്തേതായി ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുക, അവർക്ക് സഹായമാവുക, അവർക്ക് കേന്ദ്രമായി വർത്തിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് അവര് ഈ പള്ളി ഉണ്ടാക്കിയിരുന്നത്. ആയതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിവരണങ്ങളെല്ലാം നൽകിയതോടൊപ്പം തന്നെ ലാ തഖും ഫീഹി അബദ, ഒരിക്കലും ആ പള്ളി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുനാഫിക്കുകളുടെ ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം മനസ്സിലായത് കൊണ്ട് ആ പള്ളി പൊളിച്ചു കളയാൻ വേണ്ടി നബി സഹാബിമാരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. മാലിക് ബിൻ ദവഷം, മഅൻ ബിൻ ഉദയ്യ്, അതുപോലെ തന്നെ ആമിർ ബിൻ സക്കൻ, അതോടൊപ്പം വഹ്ശി ബിൻ ഹർബും ഉണ്ടായിരുന്നു എന്ന് ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഏതാനും പേരെയാണ് മഹാനായ നബി ആ ദൗത്യം ഏൽപ്പിച്ചത്. അവർ അവിടെ എത്തിയതും അവർ അവരെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചതും ഇശാഇനും മഗ്രിബിനും ഇടയിലായിരുന്നു എന്നാണ്. മുനാഫിക്കുകൾ സാധാരണ യോഗം ചേർന്ന് ഗൂഢാലോചനകൾ നടത്തുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു ഈ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം. അപ്പോ അങ്ങനെ അത് പൊളിച്ചു കളഞ്ഞു, അവശിഷ്ടങ്ങളൊക്കെ തീ കൊടുത്തു. അള്ളാഹിന്റെ റസൂൽ അങ്ങനെയാണ് കൽപ്പിച്ചിരുന്നത്. മാത്രമല്ല ആ സ്ഥലം ശപിക്കപ്പെട്ട സ്ഥലമാണ്, അവിടെ ആരും കുടികെട്ടി താമസിക്കരുത്, അവിടെ നഫായാത്ത്, അതായത് മാലിന്യങ്ങളൊക്കെ ഇടാനുള്ള സ്ഥലമായി ഉപയോഗിച്ചാൽ മതി എന്ന് വരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയും ചെയ്തു. അപ്പോ ഇതാണ് ഹിജ്റ 9-ാം വർഷം നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം. ഇതോടുകൂടെ മുനാഫിക്കീങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള ശ്രമങ്ങളും വിഫലമായി. അവർ ഒരുപാട് തരത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മഹാനായ നബി തിരുമേനിയെയും തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതാണ്. പക്ഷേ അതൊന്നും വിജയിച്ചിരുന്നില്ല. മസ്ജിദുൽ ദിറാർ കയ്യോടെ പിടിക്കപ്പെടുകയും നിരാക്ഷേപം ഒരാളും എതിർക്കാൻ വരാത്ത വിധത്തിൽ അത് പൊളിച്ചു കളയുകയും ചെയ്തതോടുകൂടെ അവരുടെ എല്ലാ പ്രതീക്ഷകളും മങ്ങുകയും കെടുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.